പിന്നെ സെക്സ്വാലിറ്റി, സെക്സ് അബ്യൂസ്, ഇങ്ങനെ പലതും ഡീൽ ചെയ്യുന്നുണ്ട്. കലാമൂല്യമുണ്ട്, അതോടൊപ്പം തന്നെ സോഷ്യലി കമ്മിറ്റഡാണ്. മേക്കപ്പ് ആയാലും എല്ലാം നല്ല ടെക്നിക്കലി ഉയർന്നാണ്. ഭീമാകാളിക്ക് നന്നായി അഭിനയിച്ചിട്ടുണ്ട് വൈറസിന് ശേഷം. പിന്നെ സജിൻ ബാബുവിൻ്റെ ഡയറക്ഷൻ ഉയർന്നാണ്. ഒരുപാട് പ്രകൃതി തന്നെ കാണിക്കുന്നുണ്ട്. മിത്ത് ആൻഡ് റിയാലിറ്റിയാണ് കാണിക്കുന്നത്. അതാ തിയേറ്ററിന് പേര് വന്നു. എല്ലാം കൊണ്ടും നല്ലൊരു ഫിലിമാണ്. റെയർ ഫിലിംസാണ് ഇങ്ങനത്തെ പടങ്ങൾ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എല്ലാം കൊണ്ടും നല്ല മൂവിയാണ്. മെഡിക്കൽ സയൻസ് കാണിക്കുന്നുണ്ട്, മിത്ത് കാണിക്കുന്നുണ്ട്, എല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ല മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഭീമാകാളിയുടെ പെർഫോമൻസ് എക്സ്ട്രോർഡിനറിയാണ്. വൈറസിൽ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം സോഷ്യലി കമ്മിറ്റഡാണ്. അത് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് എസ്തെറ്റിക്കാണ്, കലാമൂല്യമാണ്. സെക്കൻഡ് ഹാഫിൽ കഴിയുമ്പോഴേക്കും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റാണ്, സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കുന്നത്. പിന്നെ സെക്സ്വാലിറ്റി, സെക്സ് അബ്യൂസ്, ഇങ്ങനെ പലതും ഡീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ലെയേഴ്സിൽ ഫിലിമാണ്. എല്ലാം കൊണ്ടും അങ്ങനെ യാതൊരു ലാഗ് അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാം നല്ലൊരു മെസ്സേജ് ഉണ്ട്. ട്രൂ ഇവൻറ്റ് ശരിക്കും നടന്ന സംഭവമാണ്. എല്ലാവരും പോയി പടം കാണും. അത്ര എനിക്ക് പറയാം. സൂപ്പർ, അമേസിങ്, അതിഭയങ്കര പ്രകടനമല്ല. റിമ മാത്രമല്ല, ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും വളരെ നല്ല പ്രകടനമാണ്. പിന്നെ എന്താ പറയുക, എല്ലാവരും വന്ന് കാണണം. വളരെ മികച്ച സിനിമ തന്നെയാണ്, ഒരു സംശയമില്ല. കണ്ടായിരുന്നോ സിനിമ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല ഫിലിമാണ്. നല്ല പടം, കാണാൻ പറ്റിയ ഒരു സോഷ്യൽ മെസ്സേജുള്ള പടമാണ്. നല്ല രസമുണ്ട്. അവാർഡ് ഓൾറെഡി കിട്ടിയല്ലോ. നല്ല സിനിമയാണ്. നല്ലൊരു സിനിമയാണ്. റിമയുടെ പ്രകടനം വളരെ എടുത്തു പറയേണ്ട ഒരു പോയിൻ്റാണ്. വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് രമ ചേച്ചി. നല്ല സ്റ്റോറിയാണ്. ഒരു ബേസ്ഡ് ഓൺ ട്രൂ ഇൻസിഡൻ്റ് ആണ്. അതാണ് അതിൻ്റെ മെയിൻ. മസ്റ്റ് വാച്ച്, തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. സജിൻ ചേട്ടൻ്റെ 3 ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു മേക്കിംഗ് ആണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. ഈ ഒരു സിനിമ കുറേ കൂടെ ഓഡിയൻസ് നമ്മുടെ വൈഡായിട്ട് കുറച്ചുകൂടി, അതേപോലെ ഒരു ഫെസ്റ്റിവൽ ഓറിയൻ്റായിട്ടുള്ള ഓഡിയൻസിനല്ല, കുറച്ചും കൂടി സാധാരണയായിട്ടുള്ള ഓഡിയൻസിനെ കൂടി ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് മേക്കിംഗ് ആണ്. ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പടം ഇപ്പോൾ കണ്ടിറങ്ങിയതിൻ്റെ ഒരു ഹാങ് ഓവറിൽ നിൽക്കുകയാണ്. കാരണം ഞാൻ 2ാം പ്രാവശ്യമാണ് കാണുന്നത്. പക്ഷേ ഞാൻ ഷൂട്ടിന് സമയത്തുണ്ടായിരുന്ന ആളാണ്, എനിക്ക് കഥ മൊത്തം അറിയുന്ന ആളാണ്. പക്ഷേ ഞാനിപ്പോൾ കണ്ടപ്പോഴും ഞാൻ ആ ക്യാരക്ടേഴ്സും അതിലെ ഓരോ സിറ്റുവേഷൻസൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബ്രോ കണ്ടായിരുന്നോ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ്. പിന്നെ ഇത്രയും നല്ലൊരു സിനിമയിൽ ഇത്രയും നല്ല ആക്ടേഴ്സ് പെർഫോം ചെയ്തൊരു സിനിമയിൽ നമുക്കൊരു ത്രൂ ഔട്ട് ഒരു നല്ല ക്യാരക്ടർ കിട്ടി. ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറൈസേഷൻ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പം അത് വന്നിട്ടുണ്ടെന്നാണ് പലരും പറയുന്നത് പെർഫോമൻസിൽ. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും കാണുക. ഒരു കുഞ്ഞു സിനിമയാണ്. ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഈ സിനിമയും കാണാൻ പറ്റുന്നവരെന്തായാലും കാണാൻ. എന്തായാലും നിങ്ങൾക്ക് ആ 2 മണിക്കൂർ എന്തായാലും നിരാശയായിരിക്കില്ല. നിങ്ങൾ വേറൊരു ലോകത്തോട്ട് ഈ സിനിമ കൊണ്ടുപോകും. നമ്മൾ അറിയേണ്ട മിത്തും കാണേണ്ട റിയാലിറ്റിയും ഈ സിനിമയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സിനിമയാണ്. അതിൽ നല്ലൊരു കഥാപാത്രം ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ താങ്ക് യു. കൊള്ളാം, നല്ല പടമാണ്. ആരുടെ അടിപൊളിയുണ്ടല്ലോ, പെർഫോമൻസ് അടിപൊളിയുണ്ട്. വളരെ നല്ല ഫിലിം, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. മിത്തും റിയാലിറ്റിയും കൂടെ കൂടി ഒരു വളരെ റീമേക്ക് ആണെങ്കിലും ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്.